അങ്ങനെ നമ്മൾ പർച്ചേസിന് ഇടയിൽ കിടക്കുന്ന പുറത്തിറങ്ങിയതാണ്. ഈ ഏരിയയിൽ മെയിനായിട്ട് ഒരു ബൈക്കിന്റെ ആക്സസറീസ് ആണ് വെക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മാർക്കറ്റിൽ തിരിച്ചു പോകുമ്പോഴാണ് ഇത് കാണുന്നത്. ഇതിലൊക്കെ ഏതെങ്കിലും ഒരു വയർ അങ്ങനെ കംപ്ലൈന്റ് ആയ പോലെ അങ്ങനെ ആയിക്കോലെ കണ്ടിരിക്കുക. ഓരോ പുതിയ പുതിയ ഷോപ്പ് കയറുമ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ ചായ കൊണ്ടുത്തരും. മാർക്കറ്റിൽ കട കയറിയാൽ സമയം പോകുന്ന തന്നെ അറിയില്ല. പുറത്തിറങ്ങുമ്പോഴാണ് രാത്രിയാണോ പകലാണോ എന്നൊക്കെയുള്ള ഓർമ്മ തന്നെ വരും. മുമ്പ് പോയാൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ റാഷിനെ ഒരു വല്യാപ്പ് പിടിച്ചു നിർത്തി ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നത്. പിന്നെ അവൻ അറിയുന്ന ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചാടുന്ന് കഴിച്ചില്ല. ഈ പോകുന്ന സൈക്കിൾ റിക്ഷക്കാരനൊക്കെ ഉണ്ടോ ചുരുങ്ങിയ ഒരു 400 കിലോമീറ്ററോളം ഉണ്ടാവും. സമയം ഒരു 7 മണിയൊക്കെ ആകാനായപ്പോഴത്തേക്കും ഞങ്ങളാകെ ക്ഷീണിച്ച് വേർത്ത് കുളിച്ചൊരു വൈക്കിയായി. എന്നിട്ട് ഫുട്പാത്തിൽ രണ്ട് കുറ്റിന്റെ മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ മാർക്കറ്റിൽ നിന്ന് ആൾക്കാർ എടുക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ സൈക്കിൾ റിക്ഷയെ കയറ്റിയിട്ടാണ് പാർസലാക്കി ഞാൻ കൊണ്ടുപോകുക. ബേക്കുന്ന ഒരു ഒച്ചയിട്ട് നോക്കുമ്പോൾ രണ്ട് നായ്ക്കളാണെന്ന് കടി കൂടും. ഇവിടെ കുറെ ഇങ്ങനത്തെ നല്ല നല്ല ഏരിയകൾ ഉണ്ടെങ്കിലും കൂടി ഇങ്ങനത്തെ ഒരുപാട് ജീവിതങ്ങൾ അവിടെ ഉണ്ട്. റാശി രാവിലെ മുതൽ കാണുന്ന എല്ലാ വീഡിയോയിലും കയറി വെക്കുന്നുണ്ട് ഓന് പറ്റിയ ഷർട്ട് ഉണ്ടോ പാന്റ് ഉണ്ടോ നോക്കാം. പക്ഷേ കിട്ടിയത് എനിക്കാണ്. അങ്ങനെ എന്തായാലും ഓനും കിട്ടിയൊരു ഷർട്ട്. ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് വേണം ഇട്ട് നോക്കുക. എന്നാലേ അറിയും പാളിക്കോ പാളിയില്ലെന്ന്. ഈ ഒരു സമയത്ത് തിരിച്ച് റൂമിലേക്ക് ബസ് പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നടത്തുക. അതിനെക്കൊണ്ട് ഇങ്ങനത്തെ ഒരു റിക്ഷ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഒരു വണ്ടി തന്നെയാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാരും ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കല്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 1,00,000 അല്ലെ വേണ്ട ഒരു 14 എന്തായാലും ഉണ്ട്. അങ്ങനെ നമ്മൾ സാധാരണ റൂം എടുക്കുന്ന റെയിൽവേ സ്റ്റേഷന് മുമ്പുള്ള സ്ഥലത്തെത്തി. ഇവിടെ കണ്ട ഏതൊരു റെസ്റ്റോറന്റ് നമ്മൾ രണ്ടും ഫുഡും കഴിച്ച് ഇങ്ങനെ റൂം എടുക്കാൻ വേണ്ടി പോകും. ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര ഫുഡ് മുളകിട്ട ബിരിയാണി ചില്ലറായിരുന്നു ലൈനുള്ള എരിയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഞങ്ങൾ രണ്ട് ഐസ്ക്രീം വാങ്ങി റൂം എടുക്കാൻ പോയി. ഇന്നലത്തെ ഒരു 100 രൂപ കൂടുതലാണെങ്കിൽ ഇന്ന് കിട്ടിയ റൂം നല്ല അടിപൊളിയാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും ഈ വർക്ക് ചെയ്യാത്ത TV എന്തിനാ എല്ലാ റൂമിലും സ്ഥലം മുടക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് അതാ എനിക്ക് മനസ്സിലാകാത്തത്.